നമസ്കാരം. കിഴക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ചെറിയ രാജ്യമാണ് മെഡിറ്ററേനിയൻ കടൽ തീരത്തുള്ള ഇസ്രായേൽ എന്ന രാജ്യം. ഇത്രയും ചെറിയ രാജ്യമാണെങ്കിലും മിഡിൽ ഈസ്റ്റിലെ മറ്റ് രാജ്യങ്ങൾക്കില്ലാത്തൊരു വലിയ പ്രത്യേകത ഇസ്രായേലിനുണ്ട്. UN ആപ്ലിക്കബിൾ കൺട്രിയാണ് ഇസ്രായേൽ. അഥവാ റെഫ്യൂജീസിനെ എടുക്കാനായിട്ട് മിഡിൽ ഈസ്റ്റിൽ യോഗ്യതാ പട്ടികയിലുള്ള ഒരേ ഒരു രാജ്യം ഇസ്രായേലാണ്. പല കാലഘട്ടങ്ങളിലും ഈ ഒരു സാധ്യത പലരും യൂസ് ചെയ്യാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ ടൂറിസ്റ്റ് വിസയിൽ ഇവിടെ വന്നതിന് ശേഷം UN വിസയിലേക്ക് കൺവേർട്ട് ചെയ്ത് ഒരുപാട് നാൾ ഇവിടെ ജോലി ചെയ്തിട്ട് പോകുന്നൊരു സാഹചര്യമുണ്ട്. ഒരുപാട് നാളുകളായിട്ടത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. 5, 6, 7, 8 വർഷമൊക്കെ ആയിട്ട് നിൽക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് ഇസ്രായേൽ വലിയ രീതിയിൽ ഈ ഒരു വിസ കൺവേർഷൻ അല്ലെങ്കിൽ UN വിസയിലേക്കുള്ള കൺവേർഷൻ സമ്മതിച്ചു കൊടുക്കുന്നില്ല. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലീഗലായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ വിസ ഇല്ലാത്ത ആളുകൾ ക്രമാതീതമായി ഇസ്രായേലിൽ വർദ്ധിച്ചു വരികയാണ്. അപ്പം ഇല്ലീഗൽ വിസകൾ ഇങ്ങനെ കൂടിക്കൂടി വരുന്ന സമയത്ത് ഇവിടുത്തെ പോപ്പുലേഷനെ അത് ബാധിക്കും. തീർച്ചയായിട്ടും പോപ്പുലേഷൻ ആൻഡ് എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ ബാധിക്കും. അതുപോലെ UN കൗൺസിലിന് പല രാജ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരം കൊടുക്കേണ്ടി വരും. കാരണം UN കൗൺസിലാണ് ഈ വിസകൾ അപ്രൂവ് ചെയ്യുന്നത്. ഈ വിസകൾ അപ്രൂവ് ചെയ്തതിന് ശേഷം ഈ ആളുകൾ വിസ കാലാവധി കഴിഞ്ഞിട്ടും ഇസ്രായേലിൽ തുടരുന്ന സമയത്ത് അതിവിടെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ സംസാരിച്ച് വന്ന സബ്ജക്റ്റ് അതല്ല. ഈ അടുത്ത കാലത്ത് കുറേ നാളുകളായിട്ട് 7 ലക്ഷം രൂപ 6 ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ടാണ് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ശരിക്കും ഈ ഇത്രയും പൈസ കൊടുത്തിട്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടോ? അതായത് ടൂറിസ്റ്റ് വിസയിൽ, അതായത് ഞാനൊരു ടൂർ ഓപ്പറേറ്ററാണ്. ഒരു ടൂർ ഗ്രൂപ്പിന് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് 11 ദിവസത്തെ പാക്കേജ്, അതായത് ഈജിപ്റ്റ്, ജോർദാൻ, ഇസ്രായേൽ, ഫലസ്തീൻ അടങ്ങുന്ന ഒരു ടൂർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഹോളി ലാൻഡ് ടൂർ എന്ന് വിളിക്കുന്ന ടൂർ ഗ്രൂപ്പിന് 1,55,000 രൂപയാണ് 11 ദിവസത്തേക്ക് ഇപ്പോൾ ചാർജ് ചെയ്യുന്ന ഇപ്പോഴത്തെ റേറ്റ്. അപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് ടൂറിസ്റ്റ് ഗ്രൂപ്പൊക്കെ തുടങ്ങാൻ പോവുകയാണ്. നമ്മുടെ ഗ്രൂപ്പൊക്കെ വരുന്നുണ്ട്. മാർച്ചിലേക്ക് നമ്മൾ ഗ്രൂപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. സാഹചര്യങ്ങളൊക്കെ അനുകൂലമാണെങ്കിൽ നമ്മൾ ടൂർ ഗ്രൂപ്പ് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട്. ആദ്യം തന്നെ പറയട്ടെ, നമ്മൾ ചാടിക്കുന്ന ഒരു പരിപാടിയില്ല. അതിനുവേണ്ടി ആരും നമ്മളെ വിളിക്കരുത്. ടൂർ ഇസ്രായേലിലൊക്കെ വന്ന് കണ്ടു പോകാനൊക്കെ താല്പര്യപ്പെടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള സാഹചര്യങ്ങളും കാര്യങ്ങളും പറഞ്ഞു തരാം. അപ്പം ഇത്രയും പൈസ കൊടുത്തു വരുന്നു പല ആളുകളും. എക്സ്പെഷ്യലി നാട്ടിലുള്ള ഏജൻറ്റുമാർ 7 ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ട് ആളുകളെ വലിയ മോഹന വാഗ്ദാനങ്ങൾ അവർക്ക് കൊടുക്കുകയാണ്. അതായത് അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് ഇതൊരു ജോബ് വിസയിലേക്ക് കൺവേർട്ട് ചെയ്യാം, അത് നിങ്ങൾക്ക് കെയർ ഗീവർ വിസയിലേക്ക് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഏതൊരു ജോബിലേക്കും കൺവേർട്ട് ചെയ്യാം. ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവരെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരൊറ്റ സംഭവത്തെയാണ് UN വിസ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ സിസ്റ്റത്തെയാണ് ഇവരെല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം ഇത്രയും പൈസ കൊടുത്ത് ഇവിടെ വരേണ്ട ഒരു ആവശ്യമുണ്ടോ എന്ന് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് UN വിസ കൊടുക്കുന്നില്ല. UN വിസയുടെ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്ഷൻ പേപ്പറാണ്. UN കൗൺസിൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഒരു പ്രൊട്ടക്ഷൻ പേപ്പറാണ് നമുക്ക് തരുന്നത്. ഈ പ്രൊട്ടക്ഷൻ പേപ്പറിൻ്റെ കാലയളവ് തീരുന്നതോടുകൂടി UN ആപ്ലിക്കേഷൻ നമുക്ക് കൊടുക്കാം, UN വിസയ്ക്കുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാം. പക്ഷേ പുതിയതായിട്ടുള്ള പല ആപ്ലിക്കേഷനുകളും അവർ റിജക്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇവർക്ക് ആപ്ലിക്കേഷൻ മെയിൽ അയക്കുമ്പോൾ തന്നെ റിട്ടേൺ മെയിൽ വരുന്നത് നിങ്ങൾ 14 ദിവസത്തിനുള്ളിൽ രാജ്യം വിടണം. കഴിഞ്ഞ ദിവസം ഒരു ദമ്പതികൾ, കൊല്ലം സ്വദേശികളാണ് അവരിതുപോലെ 7 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഇവിടെ വന്നത്. എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു സത്യം പറഞ്ഞാൽ അവരുടെ കഥ കേട്ടപ്പോഴത്തേക്കും. കാര്യം നാട്ടിൽ ഒരു രക്ഷയില്ല, ജീവിക്കാനൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് ആളുകൾ ഇതുപോലുള്ള കടുങ്കൈകൾക്ക് തുനിയുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുപോക്കില്ല. നമ്മൾ എന്ന് നിർത്തിപ്പോകുന്നു അന്നേ പോകാൻ പറ്റുള്ളൂ. നമ്മൾ സാധാരണ ഇവിടെ വിസയിൽ ജോലി ചെയ്യുന്നവർ പോകുന്ന പോലെ നാട്ടിൽ വെക്കേഷൻ പോയിട്ട് തിരിച്ചു വരാനൊന്നും പറ്റില്ല. നാട്ടിൽ എന്ത് സാഹചര്യങ്ങളുണ്ടായാലും ആര് മരണപ്പെട്ടാലും നമുക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ആളുകൾ വരുന്നത്. അവർക്ക് അത്രമാത്രം സാമ്പത്തിക ബാധ്യതകൾ ഉള്ളതുകൊണ്ടാണ് തീർച്ചയായിട്ടും അവർ വരുന്നത്. അപ്പോൾ ഇവർക്ക് ഈ ഹസ്ബൻഡിന് ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ വിസ കിട്ടുകയും ചെയ്തു. വൈഫിൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു 14 ദിവസത്തിനുള്ളിൽ രാജ്യം വിടണം. അവരും കൊടുത്തിരിക്കുന്നത് 7 ലക്ഷം രൂപ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഒരു വളരെ പ്രായമുള്ള ഒരു സ്ത്രീ, എനിക്ക് തോന്നുന്നത് 58-60 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ, അവരെ ഞാനാണ് എയർപോർട്ടിലേക്ക് കൊണ്ടുവിടുന്നത്. അവരിവിടെ വന്ന് 2 മാസം കൊണ്ട് തന്നെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് അമ്മയെ പറ്റിയത്, എന്താണ് തിരിച്ചു പോകാൻ എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുകയാണ് എന്നോട്, മോനെ എനിക്ക് പണ്ട് 1 രൂപ പോലും കടമില്ലായിരുന്നു. ഞാൻ കൊല്ലം ടൗണിൽ തന്നെ ഒരു ചെറിയ ചായക്കട നടത്തി വന്നിരുന്ന ഒരാളാണ്. എന്നെ കൊല്ലത്തുള്ള ഒരു ഏജൻറ്റ് പറഞ്ഞ് പറ്റിച്ചതാണ് മോനെ. അവരെന്നോട് പറഞ്ഞു ഇവിടെ വന്നു കഴിഞ്ഞാൽ കെയർ ഗീവറായിട്ട് ജോലി ചെയ്യാം, അവർ സുഖമാണ് ജോലി, ഏത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടും, അവരെല്ലാ കാര്യങ്ങളും ചെയ്തു തരാമെന്ന് പറഞ്ഞ് 7 ലക്ഷം രൂപ അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചു. ഫലത്തിൽ ഏകദേശം 10 ലക്ഷം രൂപയോളം അവർ കടമെടുത്ത് പലിശക്കെടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇത്രയും പലിശയ്ക്ക് എടുത്തിട്ട് വന്ന ആ സ്ത്രീ ഇവിടെ 5 മാസക്കാലം ജോലി ചെയ്തു. 5 ആണോ 4 ആണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല കൃത്യമായിട്ട്. ജോലി ചെയ്തതിന് ശേഷം
ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം. കാരണം കാലാവസ്ഥ അനുകൂലമല്ല. ഇതുപോലെ തന്നെ പെട്ടെന്ന് ലാംഗ്വേജ് ഒന്നും അറിയാത്ത ഒരാളെ, അല്ലെങ്കിൽ ഒട്ടും ജോലി ചെയ്യാൻ പറ്റാത്ത ഒരാളെ, അല്ലെങ്കിൽ ജോലി അറിയാത്ത ഒരാളെ ഒന്നും ഒരു കെയർ ഗീവർ റിലീവറായിട്ടൊന്നും നമുക്ക് ജോലിക്ക് പോകാനായിട്ട് പറ്റത്തില്ല. അവർക്കാണെങ്കിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെയാണ് ജോലി. വെളുപ്പിന് 5 മണിക്കൊക്കെ എണീച്ച് പോകണം. ആരോഗ്യമായിട്ട് അവർക്ക് ഒട്ടും പറ്റാത്തൊരു സാഹചര്യത്തിൽ അവർ നിർത്തിപ്പോകേണ്ടി വന്നു. അതിനോട് പോകുമ്പോൾ അവർ കരഞ്ഞുകൊണ്ട് പറയാണ്, ഞാൻ അന്ന് 1 രൂപ കടമില്ലാതെ ചായക്കട നടത്തിക്കൊണ്ടിരുന്നു, ഞാനിവിടെ 10 ലക്ഷം രൂപ കടമായിട്ടാണ് പോകുന്നത്, എൻ്റെ കിടപ്പാടം എന്തായാലും ഇല്ലാതാവും. അപ്പം അത്രയ്ക്ക് നമുക്ക് മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന രീതിയിലായിരുന്നു അവരുടെ സംസാരം. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ UN വിസയിൽ അപ്ലിക്കേഷന് വേണ്ടി ഒരു ടൂറിസ്റ്റ് വിസയിലൊക്കെ വന്ന് ഇവിടെ ചാടാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണ് ഒന്നും കൂടെ ചിന്തിക്കുക. പഴയ പോലെയല്ല, സാഹചര്യങ്ങൾ മാറുന്നുണ്ട്. ഏജൻറ്റുമാരെ സംബന്ധിച്ചിടത്തോളം അവരിതൊന്നും ചിന്തിക്കുന്നില്ല. അവർക്ക് അവരുടെ കാര്യം സേഫാക്കുക, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസ മേടിച്ചെടുക്കുക എന്നത് മാത്രമാണ് അവരുടെ ഉദ്ദേശം. അല്ലാതെ ഒരിക്കലും നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. പക്ഷേ ടു ബി ഫാക്റ്റ് ഒരു കാര്യം പറയാമല്ലോ, ഒരുപാട് ആളുകൾ വന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ ഏജൻറ്റുമാരൊക്കെ തന്നെയാണ് അത് ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് കൂടെ എനിക്കൊരു കോൾ വന്നു. അഗ്രികൾച്ചർ വർക്ക് ചെയ്യുന്ന ഒരു പയ്യൻ എന്നെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ചേട്ടാ അഗ്രികൾച്ചർ വിസ വേറൊരു വർക്ക് വിസയിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്നൊരു ലോയർ പറഞ്ഞു ഇവിടെയുള്ള. ഞാൻ പറഞ്ഞു, മോനെ അങ്ങനെ ഒരു കൺവേർഷനും ഇസ്രായേലിൽ പറ്റത്തില്ല. നീ ഏത് ആർട്ടിക്കിളിലാണോ വന്നിട്ടുള്ളത്, അഗ്രികൾച്ചറോ കൺസ്ട്രക്ഷനോ കെയർ ഗീവറോ വേറെ ഏത് മേഖലയിലാണോ അതേ മേഖലയിൽ, അതായത് നമ്മുടെ വിസയിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ കെയർ ഗീവർ സെക്ടറിലാണെങ്കിൽ വർക്ക് അണ്ടർ കെയർ ഗീവർ സെക്ടർ ഉള്ളി, അഗ്രികൾച്ചർ സെക്ടർ ഉള്ളി, കൺസ്ട്രക്ഷൻ സെക്ടർ ഉള്ളി കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതൊരിക്കലും നമുക്ക് ആ ആർട്ടിക്കിൾ ചേഞ്ച് ചെയ്യാൻ ഇസ്രായേലിൽ ഒരു പ്രൊവിഷൻ ഇല്ല. പിന്നെ ഇവരെല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ UN വിസയുടെ സാധ്യതകളെയാണ്. അതായത് ഒരു ലോയറെ നമ്മൾ സമീപിച്ച് കഴിഞ്ഞാൽ ലോയർ പറയും ചെയ്തു തരാം, റെഗുലർ വിസയാക്കി തരാം നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്ന് വെറുതെ പൈസ മേടിക്കും. 5000 തൊട്ട് 8000 ഷെക്കൽ വരെയൊക്കെയാണ് ആദ്യം തന്നെ അവർ മേടിക്കുന്നത്. ഈ പൈസ കൊടുക്കുന്നതോടുകൂടി നമ്മളവിടെ ട്രാപ്പാകുകയാണ്. അതുമാത്രമല്ല, നമ്മുടെ ഒറിജിനലി നിലവിലിരിക്കുന്ന ആ ഒരു വിസയാണ് നമ്മൾ കളഞ്ഞു കുളിക്കുന്നത്. ആ വിസയുടെ നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഇല്ലാതാകുകയും ചെയ്യും. UN വിസയിൽ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ പേപ്പറിലേക്ക് മാറി പിന്നീട് UN കൗൺസിലിൽ ചെല്ലുമ്പോൾ സമയത്ത് നമുക്ക് റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ പണ്ട് ജോലി ചെയ്തിരുന്ന സ്ഥലത്തേക്ക് അല്ല ആ വിസയിലേക്ക് നമുക്ക് തിരിച്ച് മാറാനും പറ്റാത്തൊരു സാഹചര്യം വരും. അപ്പോൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക. നമ്മൾ വലിയ വാഗ്ദാനങ്ങളൊക്കെ പലരും തരാനുണ്ടാകും. പക്ഷേ ഫാക്റ്റ് മനസ്സിലാക്കിയിട്ട് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ നമ്മളോട് പെരുമാറുന്നവരുണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. നന്ദി, നമസ്കാരം. ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും ആർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക്